ഇന്ന് ലെറ്റർ മാത്ത് അതായത് അക്ഷരഗണിതം എന്ന ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനില് നമ്മൾ കുറച്ച് പേന വാങ്ങുകയാണ് കേട്ടോ. ഈ പേന എന്ന് പറയുമ്പോൾ ഇത് ഈ പേനയുടെ പ്രൈസ് 8 rupees ആണ്. ഓക്കെ, പ്രൈസ് ഈക്വൽ ടു 8. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര പേനയാ വാങ്ങിയത്? എത്ര പെന്ന് വാങ്ങി? 5 പേന വാങ്ങി. ഈ പേനയ്ക്ക് ആകെ കൂടെ എത്ര രൂപയായിരിക്കും, എത്ര റുപ്പീസ് ആണ് വരുന്നത്? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എത്ര റുപ്പീസാ വരാൻ നമ്മൾ എങ്ങനെയാ നോക്കുക? നമ്മൾ എന്ത് ചെയ്യും? ഒരു പേനയ്ക്ക് 8 രൂപയാണ്. 5 പേന വാങ്ങിയാൽ നമുക്കുള്ള പ്രൈസ് എത്രയാണ്? ടോട്ടൽ എത്രയാ വരിക? ടോട്ടൽ വരുന്നത് 8 into 5 which is equal to 40 rupees അല്ലേ? ഇനി ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു നോട്ട്ബുക്ക് നമ്മൾ വാങ്ങാണ്. എത്ര നോട്ട്ബുക്ക് വാങ്ങുന്നത്? 10 നോട്ട്ബുക്ക്. അതിന്റെ പ്രൈസ് 12 ആണ് കേട്ടോ. നോട്ട്ബുക്കിന്റെ പ്രൈസ് എത്രയാണ്? 12 ആണ്. എത്ര നോട്ട്ബുക്ക് നമ്മൾ മേടിക്കുന്നുണ്ട്? 10 നോട്ട്ബുക്ക് മേടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ പ്രൈസ് എത്രയാ വരിക? 12 into 10 is equal to 120 rupees വരും. അപ്പൊ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വേറൊന്നാണ്. എന്താന്ന് വെച്ചാല്, ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ ആ സാധനത്തിന്റെ വില, അതിന്റെ പ്രൈസ് ഉണ്ടാവുമല്ലോ, അതിന്റെ പ്രൈസും അതുപോലെ അത് എത്ര നമ്പർ ഓഫ് എത്ര എണ്ണം അതുണ്ട്, അതിന്റെ എണ്ണം ഉണ്ടാവുമല്ലോ അതും, അതുപോലെ അതിന്റെ ടോട്ടൽ പ്രൈസും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ പ്രൈസ്, ഒരു സാധനത്തിന്റെ പ്രൈസ് എത്രയായിരിക്കും? അതും പ്രൈസും, പിന്നെ നമ്മളിപ്പോ വാങ്ങുന്നത് എത്ര എണ്ണം ഉണ്ടാവും എന്നുണ്ടാവുമല്ലോ അത്, അതായത് അതിന്റെ നമ്പർ, അതിന്റെ ആ എണ്ണം, പിന്നെ അതിന്റെ ടോട്ടൽ പ്രൈസ്, ഈ തമ്മിലുള്ള റിലേഷൻ ആണ്. നമ്മൾ നേരത്തെ എന്താ ചെയ്തേ? നമ്മുടെ പ്രൈസിനെയും എത്ര എണ്ണം ആണോ ഉള്ളത് അതിന്റെ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ പ്രൈസ് കിട്ടി. അപ്പോ ഈ പ്രൈസിന് പി എന്നും നമ്പർ എത്ര എണ്ണാണോ അതുള്ളത്, 1 ആണോ 2 ആണോ 3 ആണോ, എത്ര എണ്ണാണോ? ബുക്ക് ആണെങ്കിൽ 1 ആണോ 2 ആണോ, ബുക്ക് ആണെങ്കിൽ 10 ആയിരുന്നു, പെണ്ണായപ്പോ അത് 5 ആയിരുന്നു, അങ്ങനെ എത്ര എണ്ണാണോ ഉള്ളത് അതിനെ നമുക്ക് ആ നമ്പറിനെ n എന്നും റെപ്രസെന്റ് ചെയ്യാണ്. ടോട്ടൽ പ്രൈസിനെ ടി എന്നും റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പി എൻ സീക്വൽ ടു ടി എന്ന് പറയാൻ പറ്റും. ഈ റിലേഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചു അതിന്റെ ആൻസർ മറ്റേ ക്വസ്റ്റ്യൻ തന്നെ ഇത് ചെയ്ത് വെച്ചു. അതായത് ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാല്, നമ്മുടെ പ്രൈസ് ഉണ്ടല്ലോ അതിനെ പി എന്നും സാധനത്തിന്റെ എണ്ണത്തിന് എൻ എന്നും ടോട്ടൽ പ്രൈസിനെ ടി എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ റിലേഷൻ എങ്ങനെ എഴുതാതെ, അതായത് നമ്മൾ നേരത്തെ ഇതില്ലേ പി എന്നും ടി എന്ന്, ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. എന്താന്ന് വെച്ചാൽ, 1 ലിറ്റർ കാൻസോൺ അതായത് മണ്ണെണ്ണന്റെ വില 800 gram ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 ലിറ്റർ മണ്ണെണ്ണയ്ക്ക് എത്ര രൂപ വരും എന്നാണ്. അപ്പൊ 1 ലിറ്ററിന്റെ വില എന്ന് പറയുന്നത് 800, ഇതല്ല അതിന്റെ വെയിറ്റ് 800 gram ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 ലിറ്ററിന് എത്ര രൂപ വരുന്നുണ്ടാവും, എത്ര വെയിറ്റ് വരുന്നുണ്ടാവും? 2 into 800 അല്ലേ, ഇറ്റ് ഈസ് ഈക്വൽ ടു 1600. അപ്പൊ ഇത്രയായിരിക്കും വെയിറ്റ് വരുന്നത്, 2 ലിറ്ററിന്റെ വെയിറ്റ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്ക്. ഇപ്പൊ നമുക്ക് 1/2 ലിറ്റർ ആണെങ്കിൽ അതിന്റെ വെയിറ്റ് എത്രയാണ്? നമുക്കറിയാം 1 ലിറ്ററിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 800 gram ആണ്. അങ്ങനെയാണെങ്കിൽ 1/2 ഹാഫ് ലിറ്ററിന്റെ വെയിറ്റ് എത്രയായിരിക്കും? ഹാഫ് into 800 is equal to 400 gram. ഇങ്ങനെയല്ലേ വരിക? കാരണം 1 ലിറ്ററിന്റെ ഇത് പറഞ്ഞാല് 1 into 800 ആണ് കേട്ടോ. അപ്പോ ഇവിടെ 2 ലിറ്ററാ വരുന്നത് എന്നുണ്ടെങ്കിൽ 2 into, ഹാഫ് ലിറ്ററാ വരുന്നെങ്കിൽ 1/2 into 800, എങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതെന്താന്ന് വെച്ചാൽ 1 milliliter കെറസോണിന്റെ വില എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 1 milliliter, 1 ലിറ്റർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, 1 ലിറ്റർ എന്ന് പറഞ്ഞാല് 1000
മില്ലി ലിറ്റർ അല്ലേ? 1000 മില്ലി ലിറ്റർ അല്ലേ? അപ്പൊ 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് നമുക്ക് 1/1000 ലിറ്റർ ആയിരിക്കും. ഓക്കെ, അതായത് 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്ററിൽ 1 മില്ലി ലിറ്റർ ആണ് എന്നാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ തന്നെയല്ലേ? അപ്പൊ 1000 മില്ലി ലിറ്റർ ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 1 മില്ലി ലിറ്റർ എത്ര ലിറ്റർ ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ 1/1000 ലിറ്റർ എന്നാണ് എഴുതുക. നമുക്കറിയാം 1 ലിറ്ററിന്റെ വില 800 ഗ്രാം സോറി, വെയിറ്റ് 800 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 1/1000 ലിറ്ററിൻ്റെത് എത്രയാ വരിക? 1/1000 വരുന്നത് 1/1000 into 800 ഗ്രാം ആയിരിക്കും. Which is equal to 800 divided by 1000, which is equal to 8/10. 8/10 വേണമെങ്കിൽ നമുക്ക് ഇനിയും ചെറുതാക്കാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 4/5 വരും. 4/5 ഗ്രാം. ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇനി ഇതിനെ വേറെ ഫോമിലേക്കൊന്നും ആക്കണ്ട. ഡെസിമലിലേക്ക് മാറ്റാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ മാറ്റാം. ഇവിടുന്ന് മാറ്റുന്ന സമയത്ത് അത് 0.8 ഗ്രാം ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഇവിടെ എന്ത് ചോദിക്കുന്നെന്ന് വെച്ചാൽ നമ്മളിപ്പോ എടുത്ത മണ്ണെണ്ണയുടെ ആ ലിറ്റർ ഉണ്ടല്ലോ, ആ മില്ലി ലിറ്ററിനെ നമുക്ക് വി എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. അതുപോലെ നമുക്ക് അത് എത്ര ഗ്രാം ആണോ ഉണ്ടാവുന്നത് അതിനെ ഡബ്ല്യു എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ വിയും ഡബ്ല്യുവും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അതായത് നമ്മൾ എടുക്കുന്ന അതിന്റെ വെയിറ്റ് ഉണ്ടല്ലോ, അതിന്റെ വെയിറ്റിന് നമ്മള് ആ ഒരു ഭാരം നമ്മൾ വി എന്നും, ഇനി നമ്മൾ എടുക്കുന്ന ഗ്രാം ഉണ്ടാവുമല്ലോ, ഇത് എത്ര ഗ്രാം ആണെന്ന് നമുക്ക് കിട്ടുമല്ലോ, ആ ഗ്രാമിന് നമ്മൾ ഡബ്ല്യു എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇതിനെ എങ്ങനെ റിലേഷൻ പറയാം? നമുക്ക് ആകെയുള്ള ആ വെയിറ്റ് ഉണ്ടാവുമല്ലോ, വെയിറ്റ് നേരത്തെ എത്രയായിരുന്നു? 800 ഗ്രാം ആയിരുന്നു. ഗ്രാം 800 ഗ്രാം ആയിരുന്നു. ഇതിന്റെ മില്ലി ലിറ്ററിയുടെ വെയിറ്റ് ലിറ്റർ, ചിലപ്പോ അത് 1 ലിറ്റർ ആയിരിക്കും, ചിലപ്പോ 2 ലിറ്റർ ആയിരിക്കും, ചില സമയത്ത് അത് 1/2 ലിറ്റർ ആയിരിക്കും, അങ്ങനെയൊക്കെ വന്നില്ലേ? അപ്പൊ ഇവർ തമ്മിലുള്ള റിലേഷൻ നമ്മൾ എങ്ങനെയാ പറയാ? ഇത് വി ഇൻറ്റു ഡബ്ല്യു ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ ഗ്രാം എത്രയാണെന്ന് കിട്ടും, ആണല്ലോ. അപ്പൊ ഈ ടോട്ടൽ ഗ്രാമിന് നമ്മൾ ടി എന്നും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ റിലേഷനെ നമുക്ക് എങ്ങനെ പറയാം? വെയിറ്റ് ഇൻറ്റു ഗ്രാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ഗ്രാം കിട്ടും. ഇവിടെ ഈ വെയിറ്റ് എന്ന് പറയുന്നത് ഇത്ര ലിറ്റർ ആണ് എന്ന ഒരു കണക്കാണ് കേട്ടോ. ഇതിന്റെ അളവിനെയാണ് അവർ വെയിറ്റ് എന്ന് പറയുന്നത്, എത്ര മില്ലി ലിറ്റർ ആണ് അതൊക്കെയാണ്. അപ്പൊ നമുക്ക് അതായത് വെയിറ്റ് എന്ന് പറയുന്നത് വി ആണ്, ഗ്രാം എന്ന് പറയുന്നത് ഡബ്ല്യു. വി ഡബ്ല്യു ടോട്ടൽ ഗ്രാമിന് നമ്മൾ ടി എന്നും കൂടെ പറയുകയാണെങ്കിൽ നമുക്കത് ടി എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, അതായത് തേർഡ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് 1 ക്യൂബിക് സെന്റിമീറ്റർ ഉള്ള ഒരു അയണിന്റെ അത് വോളിയാണ് 1 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറഞ്ഞത്. അതിന്റെ വെയിറ്റ് 7.8 ഗ്രാം ആണ്. എന്താണ് വോളി എന്നൊക്കെ നമുക്ക് അറിയില്ലെന്നോ? എന്തായിരുന്നു? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയിരുന്നു. അതൊരു ബ്ലോക്കിനൊക്കെയാണ് ഉണ്ടാവുന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേനു. അപ്പൊ 1 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എല്ലാം 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ അതിന്റെ വോളിയം 1 ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ? അപ്പൊ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 7.8 ഗ്രാം ആണ്. ഇനി ഇതുവരെ യാതൊരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കിടക്കുന്നത്. എന്താന്ന് വെച്ചാല് ഇങ്ങനെ നമുക്ക് ഒരു സാധനത്തിന്റെ വോളിയത്തിനെ നമ്മൾ വി എന്നും വി ക്യൂബിക് സെന്റിമീറ്റർ ആണ് എന്നും അതിന്റെ വെയിറ്റിനെ ഡബ്ല്യു ഗ്രാം ആണെന്നും പറയുകയാണെങ്കിൽ ആ വിയും ഡബ്ല്യുവും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും അതെഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങൾ ഇവിടെ തന്നെ നോക്ക്, 1 ക്യൂബിക് സെന്റിമീറ്റർ ക്യൂബ് ആയപ്പോ നമ്മൾ അതിന്റെ വെയിറ്റ് 7.8 ആണ് പറഞ്ഞു. ഇപ്പൊ 2 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? 2 into 7.8 പറയില്ലേ? ഇനിയിപ്പോ 5 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? 5 into 7.8 ആണ് ടോട്ടൽ വെയിറ്റ് എന്ന് പറയൂലേ? അങ്ങനെ ഇവിടെ ഈ 1, 2, 5 എന്നുള്ളത് അതിന്റെ വോളിയമാണ്, അതിന് വി എന്നും, അതേപോലെ ഈ 7.8 എന്നുള്ളത് ഉണ്ടല്ലോ അതിന്റെ ആ ഒരു
വെയിറ്റ്. ആ വെയിറ്റിനെ W എന്നും പറയുകയാണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെയാ പറയാ? ഇത് V ആണ്, ഇത് W ആണ്. അപ്പൊ നമ്മൾ പറയാ Vയും W നമ്മൾ റിലേഷൻ V into W ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വെയിറ്റ് കിട്ടും. ആണല്ലോ. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ കാര്യം കൂടെ ശ്രദ്ധിക്കാറുണ്ട്. ഈ W എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റ് ആണ് ട്ടോ. W എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ വെയിറ്റ് അല്ല അവർ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ വെയിറ്റ് ആണ്. അതായത് നമുക്ക് നമ്മുടെ ഈ V എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് അതിന്റെ വോളിയം ആയിരുന്നല്ലോ. V എന്ന് പറയുന്നത് അതിന്റെ വോളിയം ആണ്. അതേപോലെ ഈ W എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റ് ആണ്. ഓക്കെ, ടോട്ടൽ വെയിറ്റ് ആണ്. അപ്പൊ ഒരു ക്യൂബിക് സെന്റിമീറ്ററിന്റെ വെയിറ്റ് 7.8 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റിലേഷൻ എങ്ങനെ പറയാം? 7.8നെ നമ്മൾ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ വെയിറ്റ് ആയിട്ട് W കിട്ടി. ഇങ്ങനെയുള്ള റിലേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നത് ട്ടോ. അപ്പൊ നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷന്റെ സൈൻ നമ്മൾ ഇടാൻ പാടില്ലല്ലോ. അപ്പൊ 7.8V W നമുക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നതെന്ന് വെച്ചാല് നമുക്കൊരു എന്താ ഒരു ബ്ലോക്ക് ഉണ്ട്, വോളിയം കാണാനാണ്. അപ്പൊ അതിന്റെ നീളത്തിനെ നമ്മൾ L എന്നും ബ്രെഡ്ത്ത് അതായത് വീതിയെ നമ്മൾ B എന്നും ഉയരം അതായത് ഹൈറ്റിനെ നമ്മൾ H എന്നും റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, കൂടാതെ അതിന്റെ വെയിറ്റ് ഉണ്ടാവുമല്ലോ, അതായത് ടോട്ടൽ വെയിറ്റ്, ആ വെയിറ്റിനെ നമ്മൾ W എന്നും കൂടെ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവര് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. നേരത്തെ നമ്മൾ മനസ്സിലാക്കി 7.8V which is equal to W എന്ന്. ഇവിടെ ഈ V എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അതാണ് ഇവിടെ ഉള്ളത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. W സെയിം അതുപോലെ. അപ്പൊ നമ്മൾ ഈ റിലേഷൻ എങ്ങനെ എഴുതണം? നമുക്ക് അറിയുന്ന കാര്യം 7.8V which is equal to W എന്നാണ്. അതിൽ ഈ V എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഈ വിക്ക് പകരം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് 7.8 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ വെയിറ്റ് W എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയുള്ള ക്ലാസ് എനിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ് ഒന്നും കൂടി കാണാം, എന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഡൗട്ട് ചോദിക്കേണ്ടിട്ടോ. താങ്ക് യു.